ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ബിജു ബ്രദർ പറഞ്ഞപ്പോഴേ എന്താണ് ഷെയർ ചെയ്യേണ്ടത് എന്ന് ദൈവത്തോട് കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചപ്പോഴേ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു വചനം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണയായിട്ട് CFCയിൽ കേൾക്കുന്ന വചനം തന്നെയാണ്. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറയാനല്ലാതെ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും പറയുക എന്നുള്ളതല്ല. മറിച്ച് കർത്താവ് നമ്മുടെ ഹൃദയത്തോട് കൂടുതൽ അടുത്ത് സംസാരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കത് ഒരു ഫ്രഷ്നെസ് ആയിട്ട് തീരുക. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിൻ്റെ നുകം മൃദുവാണ്, കർത്താവിൻ്റെ ചുമട് ലഘുവാണ്. ഇത് കർത്താവ് പറഞ്ഞ കാര്യമാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സീരിയസ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫിലായിരിക്കുന്ന ഒരു സഹോദരനെയോ അല്ലെങ്കിൽ ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ നുകം അത് ഇച്ചിരി കാഠിന്യമുള്ളതാണ് എന്ന് തന്നെയായിരിക്കും പലപ്പോഴും അനുഭവം. അതെന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ് എന്ന്? ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൽ ഒക്കെ കർത്താവിനോടൊപ്പം നടക്കാൻ ഏറ്റവും അധികം ആഗ്രഹിച്ച് കർത്താവിനോട് ചേർന്ന് നടന്നിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, എന്താണ് ഈ നുകം? അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം. എന്താണ് ഈ നുകം? നമുക്കറിയാം, ഈ അപ്പസ്തോല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ പത്രോസ് അപ്പസ്തോലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം എന്ന് പറഞ്ഞാൽ അത് ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെന്നൊരിക്കൽ നിയമത്തെ, പ്രമാണത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വരുന്നവരൊക്കെയും യഹൂദ ന്യായ പ്രമാണം ആദ്യം അനുസരിക്കണം എന്നുള്ള ഒരു പക്ഷം അവിടെ യെരുശലേം കൗൺസിലിൽ വെച്ച് ഉണ്ടായി വന്നു. അതിനെക്കുറിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇത്രയും കാലം, ഇത്രയും നൂറ്റാണ്ടുകളായിട്ട്, തലമുറകളായിട്ട് നമ്മുടെ പിതാക്കന്മാരും നമ്മളും ഒക്കെ ചുമക്കാൻ ശ്രമിച്ചിട്ടും ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമായിരുന്നു. എന്നാൽ ഈ ഒരു ഭാരത്തെ എന്തിനാണ് ഈ ശിഷ്യന്മാരുടെ ചുമലിൽ നമ്മൾ വെക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോഴേ, ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പ്രമാണത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസിനെ കുറിച്ചാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഇസ്രയേലിലെ സാധാരണ ആളുകൾ, കർത്താവിൻ്റെ ചുറ്റിലും കാണുന്ന സാധാരണക്കാരായിട്ടുള്ള യഹൂദന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവര് ഓരോ ദിവസവും ഈ ശാസ്ത്രിമാരും പരീശന്മാരും തങ്ങളുടെ മേൽ കെട്ടിവെക്കുന്ന ഈ നിയമങ്ങളൊക്കെ അനുസരിക്കാനും ഒരു ആത്മീയ ജീവിതം നയിക്കാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും ഒക്കെയുള്ള ആഗ്രഹത്തിൽ ആ സാധുക്കൾ കിടന്ന് വലയുന്നതൊക്കെ കർത്താവ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവരെ കൊണ്ടത് നടക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ കടുപ്പമുള്ളതാണ് എന്ന് കണ്ടാണ് കർത്താവ് അവരോട് സംസാരിക്കുന്നത്. കർത്താവ് അവരോട് പറയുവാണ്, അതിൻ്റെ മുകളിൽ 28-ാമത്തെ വാക്യത്തിൽ, അത് വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ്.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. അപ്പോൾ കർത്താവ് യഥാർത്ഥത്തിൽ നൽകി തന്നിട്ടുള്ള പ്രമാണങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെന്ന രീതിയിൽ നമുക്കറിയാം, അത് പഴയ നിയമത്തിലെ പ്രമാണങ്ങളെക്കാട്ടിലൊക്കെ വളരെ കടുത്തതാണ് എന്നുള്ളത്. പഴയ നിയമത്തിൽ കൊലപാതകം ചെയ്യരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കർത്താവ് പറഞ്ഞു, കോപിക്കുന്നവനൊക്കെ ശിക്ഷയ്ക്ക് അർഹനാണ്, കോപിക്കുന്നവൻ നരകത്തിൽ ചെന്ന് അവസാനിക്കും എന്ന് കർത്താവ് പറഞ്ഞു. വ്യഭിചാരം ചെയ്യരുത് എന്ന് മാത്രമേ പഴയ നിയമം പറയുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമം കർത്താവ് പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനൊക്കെയും വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ നോക്കുക, ഇതിലേതാണ് ഭാരം കൂടുതലുള്ളത്? നമ്മൾ നോക്കുമ്പോൾ ഭാരം കൂടുതലുള്ളത് തീർച്ചയായിട്ടും പുതിയ നിയമത്തിൻ്റെ കൽപ്പനകൾ തന്നെയാണ്, യേശു കർത്താവിൻ്റെ കൽപ്പനകൾ തന്നെയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കർത്താവ് ഇതിനെ ലഘുവാക്കി തീർക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് ഇതിനെ മൃദുവാക്കി തീർക്കുന്നത്? നമുക്ക് ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ, സഹിച്ച് മുൻപോട്ട് പോകാൻ തക്കവണ്ണം ഇതിനെ മൃദുവാക്കി തീർക്കുന്നത്. അതിൻ്റെ കാരണം കർത്താവ് പറഞ്ഞു, ഈ നുകം നിങ്ങൾ ഒറ്റയ്ക്കല്ല ചുമക്കുന്നത്, മറിച്ച് ഞാനും കൂടിയാണ്, നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. അതാണ് കർത്താവ് തന്ന ആദ്യത്തെ വാഗ്ദത്തം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് കൂടെ നമ്മളോടൊപ്പം ചുമക്കുന്നത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഭാരം കുറഞ്ഞ, എന്ന് പറഞ്ഞാൽ പകുതി കർത്താവിൻ്റെ ചുമലിലാണ്, പകുതി മാത്രമേ എൻ്റെ ചുമലിലേക്ക് വരുന്നുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ നിയമം തരുന്ന കർത്താവ് നമ്മളോടൊപ്പം തന്നെ ചേർന്ന് നടക്കുകയാണ്. അതേസമയം യേശു കർത്താവ് പരീശന്മാരെ കുറിച്ചും ശാസ്ത്രിമാരെ കുറിച്ചും പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ ഭാരമുള്ള ചുമടുകളെ കെട്ടി നിങ്ങളുടെ ചുമലിൽ വെക്കുന്നു, ഒരു വിരൽ കൊണ്ടുപോലും അതിനെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ അങ്ങനല്ല, ഞാൻ നിങ്ങളോടൊപ്പം നടക്കുന്നവനാണ്. നിങ്ങൾ ഈ ചുമടുമായിട്ട് ഏതെല്ലാം സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ടോ, ആ സാഹചര്യങ്ങളിലൊക്കെയും ഞാനും നിങ്ങളോടൊപ്പം നടക്കുന്നവനാണ്. അപ്പോൾ അവിടെ ഒരു ഷെയറിങ്ങിലാണ് കർത്താവ്. നമ്മളും കർത്താവും തമ്മിൽ ലൈഫ് ഷെയർ ചെയ്യുവാണ്. എൻ്റെ ജീവിതത്തിലെ എന്തെല്ലാം സാഹചര്യങ്ങളിൽ കൂടി ഞാൻ കടന്നു പോകുന്നുണ്ടോ, ആ സാഹചര്യങ്ങളിലൊക്കെ എന്നോടൊപ്പം, അത് വേദനകളിലായിരുന്നാലും പ്രയാസങ്ങളിലായിരുന്നാലും അപമാനത്തിലായിരുന്നാലും എന്തൊക്കെ പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുന്നുണ്ടോ, ആ പ്രയാസങ്ങളിലൂടെയൊക്കെ കർത്താവും എന്നോടൊപ്പം ചേർന്ന് വരികയാണ്. മറ്റൊരു കാര്യം, അതോടൊപ്പം തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ. ഈ കാര്യം പറയുന്നതിന് മുൻപ് കർത്താവ് തന്നെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ 27-ാമത്തെ വാക്യത്തിലാണ്, എൻ്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. നോക്ക, ഇവിടെ യേശു കർത്താവ് ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. തൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമാണ്. പഴയ നിയമത്തിൽ നമുക്കൊരിക്കലും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ ദൂരെ ഇരിക്കുന്ന ഒരു ദൈവം, നീതിമാനായിരിക്കുന്ന ഒരു ദൈവം, പരിശുദ്ധനായിരിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ മുമ്പാകെ ചെല്ലാൻ പോലും മനുഷ്യർക്ക് ഭയമായിരുന്നു. നമ്മൾ ഇബ്രായ ലേഖനത്തിലൊക്കെ വായിക്കുന്ന, ഇബ്രായ ലേഖനത്തിലെ
വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ടെ, കൊടുങ്കാറ്റെ, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ച് ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാ. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. നമുക്ക് എങ്ങനെ ഒരു ദൈവത്തിന്റെ അടുക്കിലേക്കായിരുന്നു യഥാർത്ഥത്തിൽ മോശ എങ്ങനെയുള്ള ഒരു ദൈവത്തെ ആയിരുന്നു അവർക്ക് കാണിച്ചു കൊടുത്തത്? എങ്ങനെ ഒരു ദൈവത്തെ ആയിരുന്നു യഥാർത്ഥത്തിൽ അവർ കണ്ടത്? അതൊരു അടുക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെ ആയിരുന്നു കാണിച്ചത്. എന്നാൽ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ദൈവം യഥാർത്ഥത്തിൽ നമ്മുടെ പിതാവാണ്. നമ്മുടെ പിതാവാണ്. പുത്രനെ സകലവും ഏൽപ്പിച്ചു കൊടുക്കുന്ന, പുത്രന്റെ കയ്യിൽ ഉത്തരവാദിത്തങ്ങളെയൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പിതാവിനെയാണ് യേശു കർത്താവ് കാണിച്ചു തന്നത്. ആ പുത്രനാണ് നമ്മളോട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഒപ്പം മുഖം വഹിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി വരും എന്ന് പറയുന്നത്. അപ്പോഴതന്നെ നമുക്ക് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ എന്തൊരു ആശ്വാസമാണ്, എന്തൊരു ആശ്വാസമാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുഖവുമായിട്ട് ഒന്നിച്ച് നമ്മൾ നടക്കുമ്പോൾ, നമ്മുടെ സാഹചര്യങ്ങളിൽ കൂടി നമ്മളോടൊപ്പം നടക്കുമ്പോഴേ നമ്മളും കർത്താവുമായിട്ടൊരു ഹൃദയബന്ധം ഉണ്ടായിത്തീരുകയാണ്. ആ സ്നേഹബന്ധത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അനുസരണം പതുക്കെ പതുക്കെ പൂർണ്ണമായി തീരുന്നത്, അല്ലെങ്കിൽ പൂർണ്ണതയിലേക്ക് വളരുന്നത്. ആ നമ്മുടെ കർത്താവുമായിട്ട് ചേർന്നുള്ള ആ നടപ്പിൽ യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഈ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് ഞാൻ ചില ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറേ കാലം ഈ വടക്കേ ഇന്ത്യയിലൊക്കെ താമസിച്ചിരുന്ന ആ സ്ഥലങ്ങളിലൊക്കെ നാട്ടിൽ നിന്നൊക്കെ വിവാഹം കഴിച്ച് ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഈ ഷിംല, കാശ്മീർ ആ ഏരിയയിലൊക്കെയുള്ള, എൻ്റെ പിതാവ് ഒരു മിലിറ്ററിക്കാരനായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ യൂണിറ്റിൽ താമസിച്ചിരുന്ന കാലത്തെ ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഈ മഞ്ഞ് വീണ് കിടക്കുന്ന സമയങ്ങളിലുമൊക്കെ ഈ ഫാമിലി, ഈ ഹസ്ബൻഡിൻ്റെ കൂടെ നാട്ടിൽ നിന്ന് വന്ന് അവിടെ താമസിക്കുന്ന ഭാര്യമാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം വെളുപ്പിനെ ഒരു പരേഡിനോ അല്ലെന്നൊരിൽ എന്തെങ്കിലും ആവശ്യത്തിനോ ഒക്കെ എഴുന്നേറ്റ് പോകുന്ന സമയത്തൊക്കെ ഒന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഭയങ്കര കടുത്ത തണുപ്പാണ്. അപ്പോൾ റസായി പുതച്ച് ഇങ്ങനെ കിടക്കുകയാണ്, അതിൻ്റെ കീഴിലാണ് കിടക്കുന്നത്. പക്ഷേ ഇദ്ദേഹം പോകുന്ന സമയത്ത് അവർ എഴുന്നേറ്റ് നല്ല ചൂട് ചായ ഉണ്ടാക്കി ഒരു ചായ അദ്ദേഹത്തിന് കൊടുത്താണ് വിടുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ പലപ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നത്? ചിലപ്പം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു വിടേണ്ട സാഹചര്യങ്ങളുണ്ടാവും. ഉണ്ടാകുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു വിടുന്ന, രാവിലെ എഴുന്നേറ്റ് വളരെ ബുദ്ധിമുട്ടി സമയമെടുത്ത് ചോറും കറികളും ഒക്കെ വെച്ച് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി ഇതൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വിടുന്ന ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ എന്തുകൊണ്ടാണ് ഇത്രയും കഠിനമായിട്ടുള്ള കാര്യങ്ങൾ, സാഹചര്യങ്ങളിൽ അവരെന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അത് ആ വ്യക്തിയുമായിട്ടുള്ള ഹൃദയബന്ധമാണ് അതിൻ്റെ കാര്യം. അപ്പം ഞാൻ ഇത് പറഞ്ഞൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പലപ്പോഴും ഈ അനുസരണം എന്ന് പറയുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ ഹൃദയബന്ധത്തെ കൂടി ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യം. കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നവരാണെന്ന് ഒരിക്കൽ തീർച്ചയായിട്ടും എത്ര കടുത്ത പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങളും അനുസരിക്കുന്നതിന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സ് വെക്കും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത്, ചെറിയ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് മിക്ക രാത്രികളിലും ഇവർക്ക് രാത്രിയിൽ ചിലപ്പം ഭയങ്കര കടുത്ത ടെമ്പറേച്ചറൊക്കെ ആകുന്ന സമയത്തും ഒക്കെ
എൻ്റെ വൈഫ് രാത്രിയിലൊക്കെ പല പ്രാവശ്യം എഴുന്നേൽക്കുകയും ഉണരുകയും അവരുടെ നെറ്റിക്ക് തുണി നനച്ചിടുകയും ഉറക്കമൊഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ചില സമയത്ത് എനിക്ക് ഈ മുമ്പൊക്കെ ഇങ്ങനെ വീസിങ്ങിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടാവുമായിരുന്നു. ആ സമയത്തൊക്കെ പുള്ളിക്കാരി രാത്രിയിൽ ഉണർന്ന് ഇതൊക്കെ കൊണ്ടുവന്ന് വെള്ളം ചൂടാക്കി കൊണ്ടുവന്ന് ഹോട്ട് വാട്ടർ ബാഗിനകത്ത് എനിക്ക് കൊണ്ടുതരുന്ന ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ ഇത്രമാത്രം സഹിക്കുന്നത്? വളരെ എല്ലാവരും സുഖസുഷുപ്തിയിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു സമയത്ത്, പുതപ്പിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു സമയത്ത് ഇത്രയും ബുദ്ധിമുട്ടി എഴുന്നേറ്റ് വന്ന് ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്, ഹൃദയബന്ധമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാം പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്. ഇവിടെ യേശു കർത്താവ് എന്തുകൊണ്ടാണ് പിതാവ് തനിക്ക് നൽകിയ കടുത്ത കൽപ്പനകളെയൊക്കെയും, അതായത് കർത്താവ് യഥാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിൽ അനുസരിച്ച ആ ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളോടും അനുസരണം ആവശ്യപ്പെടുന്നത്. കർത്താവ് കോപിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കോപത്തോടെ ഏത് തരത്തിലായിരുന്നു പ്രതികരിച്ചത് എന്നുള്ളത് അത് പിതാവ് തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കാര്യമായിരുന്നു. ഈ കൊലപാതകത്തിൻ്റെ റൂട്ടെന്ന് പറയുന്നത് അത് ഹൃദയത്തിലാണ് കിടക്കുന്നത്. ജഡം പലപ്പോഴും പല സമയത്തും യഥാർത്ഥത്തിൽ അത് മറ്റൊരാൾ സംസാരിക്കുന്ന ഒരു കാര്യത്തോട് തിരിച്ചു പ്രതികരിക്കാനായിട്ട് പലതരത്തിലും പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും ആ സമയത്തൊക്കെ തന്നെ തിരിച്ച് അവരോട് നിശബ്ദമായിട്ടിരിക്കാൻ, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ഒക്കെ തന്നെ നിയന്ത്രിക്കാനായിട്ട് കർത്താവ് യഥാർത്ഥത്തിൽ തീരുമാനമെടുത്തത്, അകത്തുനിന്ന് തീരുമാനമെടുത്തത് അത് പിതാവിനോടുള്ള സ്നേഹത്തിലായിരുന്നു. യഥാർത്ഥത്തിൽ പിതാവിനോടുള്ള ഹൃദയബന്ധത്തിലായിരുന്നു ആ കാര്യം ചെയ്തത്. ഹൃദയബന്ധത്തിൽ ആ കാര്യം ചെയ്യുമ്പോൾ അത് ആ അനുസരണം അതൊരു മൃദുവായ കാര്യമായിട്ട് മാറും. അത് വലിയൊരു നുഖമായിട്ട് തീരത്തില്ല. അപ്പോൾ പിതാവിനോടുള്ള ആ ഒരു സ്നേഹബന്ധത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ. സ്നേഹബന്ധത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ അത് വളരെ കടുപ്പം കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പലപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹൃദയത്തിൽ നിന്നുള്ള ഒരു അനുസരണത്തിലേക്കല്ല പലപ്പോഴും വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്കത് കൂടുതൽ പ്രയാസകരമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞു, എൻ്റെ നുകം മൃദുവാണ്, കാരണം ഞാൻ നിങ്ങളോടൊപ്പം നടക്കുകയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിലൊക്കെ. അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടുകളിൽ എന്നോടൊപ്പം നടക്കുന്ന ഒരാൾ അദ്ദേഹത്തോട് തീർച്ചയായിട്ടും എനിക്ക് വളരെ അടുപ്പം ഉണ്ടാവും. കാരണം ഞാൻ അനുഭവിക്കുന്ന അതേ അനുഭവങ്ങളൊക്കെ തന്നെ സഹിച്ചുകൊണ്ട് എന്നോടൊപ്പം നടക്കുന്ന ഒരാളോട് എനിക്ക് തീർച്ചയായിട്ടും ഹൃദയപരമായിട്ടൊരു ബന്ധം ഉണ്ടാവും. ആ ബന്ധത്തിൽ നിന്നാണ് ഞാൻ അനുസരണത്തിലേക്ക് വരുന്നത്. ആ അനുസരണം എന്നെ കൂടുതൽ കർത്താവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കുകയും ആ അനുസരണം അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുക. നമ്മൾ അറിയുന്ന പോലും ഇല്ല നമുക്ക് അനുസരണം ഉണ്ടാകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ അറിയുന്ന പോലും ഇല്ല. അറിയാത്ത നിലയിലാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ഈ മുഖം നമ്മുടെ മുകളിലിരിക്കുന്ന അതൊരു ശീലമായി തീരുകയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൽ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ ദൈവത്തിൻ്റെ നാമവും കുഞ്ഞാടിൻ്റെ നാമവും നെറ്റിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന 144,000 പേര് നടക്കുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാട് പോകുന്നിടത്തല്ലാതെ മറ്റൊരിടത്തേക്ക് പോകാനായിട്ട് അവർക്ക് പറ്റത്തില്ല. കാരണം ഭൂമിയിൽ ജീവിച്ച കാലത്ത് മുഴുവനും അവൻ്റെ നുഖമായിരുന്നു അവരുടെ തോളിലിരുന്നത്. ആ തോളിലിരുന്ന് ആ നുഖത്തിൻ്റെ കീഴിൽ അവനോടൊപ്പം മാത്രമേ അവർ ഭൂമിയിൽ നടന്നിട്ടുള്ളൂ. അവനെ വിട്ടിട്ട് വേറെ എങ്ങും പോയിട്ടില്ല. അങ്ങനെ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടാകാതെ വന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം
സിയോൻ മലയിലേക്ക് എത്തിയപ്പോൾ ആ നടപ്പ് മെല്ലെ 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 അങ്ങ് സിയോൻ മലയിൽ വരെ എത്തി. സിയോൻ മലയിൽ എത്തിയപ്പോൾ സിയോൻ മല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രാജാവിൻ്റെ കോട്ടയിരിക്കുന്ന സ്ഥലമാണ്. ദാവീദിന്റെ കോട്ട ഇരുന്നത് സിയോൻ മലയിലായിരുന്നു. അപ്പോൾ യെരുശലേമിലെ അധികാര കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ സിയോൻ എന്ന് പറയുന്നത്. അവിടെയാണ് മഹാരാജാവ് ഇരിക്കുന്നത്. മഹാരാജാവിന്റെ നഗരമാണ് സിയോൻ. മഹാരാജാവിന്റെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും കൈയാളുന്ന കുഞ്ഞാടിന്റെ ആ സിയോൻ മലയിൽ തന്നോടൊപ്പം ഈ നുകം ഏറ്റുകൊണ്ട് ഭൂമിയിൽ നടക്കുന്ന ഓരോ വ്യക്തികളും യഥാർത്ഥത്തിൽ ആ സിയോൻ മലയിലെ ജീവിതത്തിൽ പങ്കാളികളായി തീരുകയാണ്, അവിടെ എത്തിച്ചേരുകയാണ്, അവരോടൊപ്പം ആയിത്തീരുകയാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. യേശു കർത്താവിനെ ഈ ഒരു നിലയിൽ കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പൗലോസ് അപ്പോസ്തലനെ ഒക്കെ ശ്രദ്ധിച്ചു നോക്കാവുന്ന രീതിയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അപ്പം നോക്കിക്കേ, ഇവിടെ പൗലോസ് അപ്പോസ്തലനും യഥാർത്ഥത്തിൽ ഒരു വലിയ ആന്തരിക സംഘർഷമുണ്ട്. ഈ പ്രമാണത്തെ അനുസരിക്കുന്ന ഒരു കാര്യത്തിൽ വലിയൊരു ആന്തരിക സംഘർഷത്തിലായിരുന്നു. ആ ആന്തരിക സംഘർഷത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം അവിടെ കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, മരണകരമായിരിക്കുന്ന അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് ഉള്ള ഒരു ചോദ്യം വെച്ചിട്ട് അതിൻ്റെ താഴെ അദ്ദേഹം കുറിച്ചു വെച്ചിരിക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഞാൻ യേശു കർത്താവ് നിമിത്തം ഞാൻ നന്ദിയുള്ളവനാണ് ദൈവത്തോട്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം യേശു കർത്താവിനോട് ചേർന്ന് അവൻ്റെ നുകത്തിൻ്റെ കീഴിൽ നടക്കാനായിട്ട് അവൻ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. ആ നുകത്തിൻ്റെ കീഴിൽ നടക്കുമ്പോൾ എൻ്റെ സംഘർഷങ്ങളെല്ലാം തന്നെ നീങ്ങിപ്പോവാണ്. കാരണം അവൻ എൻ്റെ കൂടുണ്ട്. ഞാൻ അവനോടൊപ്പമാണ് നടക്കുന്നത്. ഈ അനുസരണത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കണമെന്ന് ഉള്ള ആഗ്രഹം കലശലായിട്ടുണ്ട്. എൻ്റെ ബുദ്ധി ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ രസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രവർത്തിക്കുന്ന ഒരു സമയം വരുമ്പോൾ ഭാര്യയെ സ്നേഹിക്കണമെന്നുണ്ട്. പക്ഷേ ഭാര്യയെ പല കാര്യങ്ങളും ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളോടുള്ള അവരുടെ പ്രതികരണം കാണുമ്പോൾ പലപ്പോഴും അവരെ സ്നേഹിക്കണമെന്നുള്ള ഒരു കാര്യമല്ല മനസ്സിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിപഥത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും അവരെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ല. സ്നേഹിക്കണം, എന്തു വന്നാലും സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാര്യത്തിലേക്ക് ചെല്ലുന്നത്. പക്ഷേ അത് നടക്കുന്നില്ല. ഇനി ഒരിക്കലും ഇങ്ങനെ സംസാരിക്കരുത് എന്ന് പലപ്പോഴും നമ്മുടെ വായോട് പറഞ്ഞു പഠിപ്പിച്ചാണ് പല സമയത്ത് ചെല്ലുന്നതെന്ന് വരികിലും ഒരു കാര്യം മറ്റൊരാളിനോട് സംസാരിച്ചിട്ട് അയാൾ തിരിച്ച് പറയുമ്പോൾ പലപ്പോഴും എൻ്റെ നാവ് എന്നെ അനുസരിക്കുന്നില്ല, എൻ്റെ കണ്ണുകൾ ഞാൻ ഇനി ഒരിക്കലും അരുതാത്തത് നോക്കത്തില്ല എന്ന് എൻ്റെ കണ്ണുകളെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് എൻ്റെ കണ്ണുകൾ പലപ്പോഴും ഞാൻ അറിയാതെ തന്നെ, എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെയോ നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലെയോ അല്ല നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു പ്രമാണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഈ പ്രമാണത്തിൽ നിന്ന്, ഈ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന ഈ പാപപ്രമാണത്തിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് മോചനം ലഭിക്കാനായിട്ട് സാധിക്കും? അത് ഞാൻ എൻ്റെ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നുകത്തിൻ്റെ കീഴിൽ അവനോടൊപ്പം നടക്കുമ്പോൾ അവനോടുള്ള സ്നേഹബന്ധത്തിലാണ്.
അവനോടൊപ്പം നടക്കുമ്പോൾ അവൻ്റെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ് എന്നെ ഭരിക്കുക. ഒരു ദിവസത്തേക്ക്, ഒരു മിനിറ്റ് നേരത്തേക്ക് പോലും ഞാൻ അവനെ വിട്ടിട്ട് മാറിപ്പോകാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ അവൻ്റെ നുകത്തിൻ്റെ കീഴിൽ ഞാൻ അവനോടൊപ്പം. അങ്ങനെ വരുമ്പോൾ ആ കർത്താവുമായിട്ടുള്ള ഒരു ഹൃദയബന്ധത്തിലാണ് ഞാനായിത്തീരുന്നത്. അവനിലെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നിലെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണങ്ങളെ, എൻ്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപപ്രമാണത്തെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കി തീർക്കുകയാണ്. അതിനെ റെസ്ട്രെയിൻ ചെയ്യുകയാണ്. ഞാൻ അവനോടൊപ്പം നടക്കുകയാണ്. പൗലോസപ്പോസ്തലൻ ഈ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം. അതുകൊണ്ട് പാപം ഇനിമേ എൻ്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല, ഞാൻ കൃപയ്ക്ക് അധീനനാണ്. അവിടെ അദ്ദേഹം പറയുകയാണ്, ഞാൻ കൃപയ്ക്ക് അധീനനാണ്. ഇവിടെ അദ്ദേഹം പറയുന്നു, ഞാൻ നുകത്തിൻ്റെ കീഴിലാണ്. യേശു കർത്താവ് അവരെ, ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ എന്നാണ് പറയുന്നത്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്, ഞാനൊരു പുത്രനാണ്. നമുക്കറിയാം, നമുക്ക് രാജാവിൻ്റെ അടുത്തോട്ട് ചിലപ്പോൾ ചെല്ലാനായിട്ട് വലിയ പ്രയാസമായിരിക്കാം, അല്ലേ? നമുക്ക് രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പ്രയാസമായിരിക്കും. പക്ഷെ രാജാവിൻ്റെ മകൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് നമുക്ക് പ്രയാസം വരത്തില്ല. ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ദൈവം ഭയങ്കരനാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് പറ്റും. പക്ഷെ ദൈവത്തിൻ്റെ പുത്രൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലുന്നതിന് അത്രയും പ്രയാസം വരത്തില്ല. പുത്രൻ, ഞാനൊരു സാധാരണ ആളാണ്, ഞാൻ ചെറിയവനാണ്, ഞാനൊരു ശിഷ്യനാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് അവിടുന്ന് നമ്മളെ വിളിക്കുന്നത്. ഞാനും നിന്നോടൊപ്പം നടന്ന് പഠിക്കുകയാണ് എന്നുള്ള നിലയിലാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ കർത്താവിനോടൊപ്പം നമ്മൾ നടക്കുമ്പോൾ നമുക്കൊരു ധൈര്യം വരികയാണ്. ഒരു വീഴ്ച ഉണ്ടാകുമ്പോഴോ, ഒരു കുറവുകൾ ഉണ്ടാകുമ്പോഴോ, വീഴ്ചയിലേക്കും കുറവുകളിലേക്കും നോക്കാനല്ല കർത്താവ് നമ്മളെ വിളിക്കുന്നത്. മറിച്ച് നമുക്ക് മുമ്പോട്ട് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ കർത്താവിലേക്കാണ് നോക്കുന്നത്. കർത്താവിലേക്ക് നോക്കുമ്പോഴേ കർത്താവ് ഒരു പുഞ്ചിരിയോടുകൂടി നമ്മുടെ വീഴ്ചയിൽ നിന്ന് സാരമില്ല എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് നിർത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്ന അനുഭവത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ ബലഹീനതകൾ ഒക്കെ മെല്ലെ മെല്ലെ നീങ്ങിപ്പോകുന്ന ഒരു കാര്യം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഉള്ളം കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തിൽ രസിക്കുന്ന ഒരു നിലയിൽ നിന്ന് യഥാർത്ഥത്തിൽ നമ്മളൊരു സമ്പൂർണ്ണ അനുസരണത്തിലേക്ക് വരുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന ആ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ തന്നെ ഓരോ ദിവസവും അധികം കർത്താവിനോട് അനുരൂപരാക്കി തീർക്കുന്ന ഒന്നിലേക്കാണ് യഥാർത്ഥത്തിൽ വരുന്നത്. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത്, എനിക്കാണെന്നൊരിക്കൽ വേണ്ടുവണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ. എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ എന്നോടൊപ്പം നടക്കുന്ന കർത്താവ് തൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ പ്രാർത്ഥനകൾ പിതാവിൻ്റെ മുൻപാകെ അത് സ്വീകാര്യമായി തീരത്തക്കവണ്ണം തൻ്റെ ആത്മാവിനെ കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്ന യേശു കർത്താവിൻ്റെ സ്നേഹത്തെയാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. തൻ്റെ ആത്മാവിനെ കൊണ്ട് എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്ന യേശു കർത്താവിൻ്റെ സ്നേഹം. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന മറ്റൊരു കാര്യം കൂടി നമുക്ക് കാണാനായിട്ട് പറ്റും. മറ്റൊരു കാര്യം അതെന്താണ്? യേശു കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, ആപത്തോ, വാളോ. ഈ യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് തൻ്റെ ജീവിതത്തിൽ
കർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ താൻ പിതാവായ ദൈവത്തെ യഥാർത്ഥത്തിൽ അടുത്തറിഞ്ഞത്, ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഈ യേശു കർത്താവ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ദൈവത്തെ പിതാവായിട്ട് കാണാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ, നമുക്ക് അറിയാം യേശു കർത്താവിൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ വളരെ കടുത്ത ജീവിത സാഹചര്യങ്ങളിലായിരുന്നു കർത്താവ് ജീവിച്ചിരുന്നത്. നസ്രയത്തിലെ ഒരുപാട് അംഗങ്ങളുള്ള ഒരു വലിയ കുടുംബം, ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ധാരാളം പരിമിതികളുണ്ടായിരുന്നു ആ വീട്ടിൽ. ആ പരിമിതികളിൽ പലപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ചും ഈ പാരമ്പര്യം പറയുന്നത് യേശു കർത്താവിൻ്റെ ചെറുപ്പത്തിലെ തന്നെ പിതാവായ ജോസഫ് മരിച്ചുപോയി എന്നാണ്. അപ്പോൾ പിതാവായ ജോസഫ് മരിച്ചതിന് ശേഷം ഇത്രയും അംഗങ്ങളുള്ള ആ കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും യേശു കർത്താവിൻ്റെ ചുമലിൽ വന്നു വീണു. നമുക്കറിയാം ഇന്നത്തെ പോലുള്ള ഒരു സാഹചര്യമല്ല അന്നൊക്കെ. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ, എൻ്റെ ചെറുപ്പമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 60 വർഷം മുമ്പിലത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്കിപ്പോൾ 68 വയസ്സുണ്ട്. 60 വയസ്സ് അല്ലെങ്കിൽ ഒരു 58 വയസ്സൊക്കെയുള്ള 58 വർഷം മുമ്പിലത്തെ കാര്യമാണ് ഈ പറയുന്നത്. അന്നൊക്കെ ഒരാള് ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് 1.5 രൂപയൊക്കെയാണ്. ഒരു കിലോ അരിയും അതിനോടൊപ്പം അല്പം ചില ചില്ലറ സാധനം കൂടെ വാങ്ങിക്കാനുള്ള പണമേ ഉള്ളൂ ഈ 1.5 രൂപ എന്ന് പറയുന്നത്. അത് കൊണ്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വലിയ കുടുംബങ്ങളൊക്കെയുള്ള വീട്ടിൽ വളരെ പ്രയാസമാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു വരുമാനം യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ അത് മാത്രം പോരല്ലോ, വൈകിട്ട് വിളക്ക് കത്തിക്കണമെന്ന് വരില്ല. അന്നൊക്കെ ഇലക്ട്രിസിറ്റി ഇല്ല, ഞങ്ങളുടെ അവിടെ ഒന്നും ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഇടത്ത് വിളക്ക് കത്തിക്കണമെന്നുണ്ടെന്നൊരിക്കൽ അതിനകത്ത് എണ്ണ വേണം, മറ്റു പല സംഗതികൾ വേണം. ഇനിയും ഈ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയെന്നൊരിക്കൽ ഒരു ഡോക്ടറെ കാണാൻ പോകാനെന്നുള്ള പണം യഥാർത്ഥത്തിൽ ഈ ഒരാൾ ജോലി ചെയ്യുന്ന കാശിനകത്തൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഏതാണ്ട് ഈ 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് ഇതേപോലെയൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ തന്നെ പോയിരുന്നു. ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ കൂലിയായിട്ടുള്ള ഒരു വെള്ളിക്കാശെന്ന് പറയുന്നത് ആ വീട്ടിലെ ഭക്ഷണത്തിന് തന്നെ വളരെ കഷ്ടിച്ച് മാത്രമേ തികയുള്ളായിരുന്നു. അത് യേശു കർത്താവിൻ്റെ കുടുംബം പോലുള്ള വലിയൊരു കുടുംബം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ കുടുംബത്തിൽ പലപ്പോഴും കർത്താവ് ഒരു കുബൂസ് വീതം ഒരാൾ കഴിക്കാൻ കിട്ടണമെന്ന് വരികിൽ തന്നെ 8-9 പേരുള്ള ഒരു കുടുംബത്തിനകത്ത് അത്രയും ഭക്ഷണം ഉണ്ടാകുന്നത് തന്നെ ഒരു മിറക്കിളായിരുന്നു. അത് പൂർണ്ണമായിട്ടും പിതാവിനോടുള്ള ആശ്രയബോധത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ആ കാര്യം. അപ്പൊ നീ തന്നെ നടത്തിക്കോണേ എന്നുള്ള ഒരു മുഴങ്കാലിൽ നിന്നുകൊണ്ടുള്ള ഒരു കരച്ചിലിൽ നിന്ന് മാത്രമേ യഥാർത്ഥത്തിൽ ആ ആവശ്യങ്ങളൊക്കെ നടന്നു പോകണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് യേശു കർത്താവ് വീട്ടിൽ നിന്ന് മാറുന്നത് വരെ 30-ാമത്തെ വയസ്സിൽ കർത്താവ് പരസ്യ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പായിട്ട് തന്നെ കർത്താവ് സഹോദരിമാരുടെയൊക്കെ വിവാഹം നടത്തി അവിടുത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റി തന്നെ ആയിരിക്കും വീട്ടിൽ നിന്ന് പുറത്തു പോരുന്നത്. എങ്ങനെയായിരിക്കും ഇതൊക്കെ നടന്നിട്ടുണ്ടാവുക? ഇതൊക്കെ നടന്നിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു മിറക്കിള് പോലെയായി നടന്നു. ഒരു നേരത്തെ ഭക്ഷണം പോലും ഒരു മിറക്കിള് പോലെയായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. അതിനൊക്കെ സാക്ഷിയായിരുന്നു അമ്മ മറിയം. അതുകൊണ്ടാണ് കാനാവിലെ കല്യാണത്തിന് വെച്ച് അവിടെ ഉണ്ടായിരുന്ന ആ ജോലിക്കാരോട് അമ്മ പറയുന്നത്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീന്. കാരണം ഓരോ ദിവസവും ആ വീട്ടിലെ ആവശ്യങ്ങൾക്ക്
ആവശ്യങ്ങൾ നടന്നിരുന്നത് ഇതുപോലെയുള്ള മിറക്കിളുകളിൽ കൂടി ആയിരുന്നു എന്നുള്ളത് അമ്മ കണ്ടിട്ടുണ്ട്. മിറക്കിളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കർത്താവ് വീഞ്ഞുണ്ടാവട്ടെ എന്ന് പറഞ്ഞു, വീഞ്ഞുണ്ടായി എന്ന് പറയുന്ന തരത്തിലുള്ള മിറക്കിളല്ല. മറിച്ച് തങ്ങളുടെ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഓരോ സമയത്തും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടതൊക്കെ പിതാവ് രാവിലെ മുതൽ വൈകുന്നത് വരെ ഉള്ള അധ്വാനത്തിൽ കൂടെ കർത്താവ് അവർക്ക് നൽകി കൊടുത്തിരുന്നു. അങ്ങനെ ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു ട്രസ്റ്റിലൂടെ ആ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളെയും പിതാവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച്, അങ്ങനെയാണ് ദൈവം പിതാവായി തീർന്ന യേശു കർത്താവ്. തൻ്റെ ആവശ്യമായിരുന്നു യഥാർത്ഥത്തിൽ, തൻ്റെ അവസ്ഥയിൽ നിന്നാണ് യേശു കർത്താവ് യഥാർത്ഥത്തിൽ ദൈവത്തെ പിതാവായിട്ട് കണ്ടതും പിതാവിൻ്റെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിച്ചത്. കരുണയുള്ള, മനസ്സലിവുള്ള, എല്ലാം നൽകി കൊടുക്കാൻ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ യഥാർത്ഥത്തിൽ യേശു കർത്താവ് ഓരോ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും അനുഭവിച്ചറിയുവാൻ, മുഴങ്കാലിൽ നിന്നുകൊണ്ട് തൻ്റെ ജീവിതം, തൻ്റെ കുടുംബത്തെ നടത്തുന്ന ഒരു പിതാവിനെ യഥാർത്ഥത്തിൽ മുഴങ്കാലിൽ നിന്നുകൊണ്ട് കർത്താവ് അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് പൗലോസ് മനസ്സിലാക്കിയത്. പൗലോസ് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് പൗലോസ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ഞാൻ പിതാവിന് സ്തോത്രം ചെയ്യുന്നു, ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം അവിടുന്ന് കാനാവിലെ കല്യാണത്തിന് സകല അപമാനങ്ങളിൽ നിന്നും ആ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് യേശു കർത്താവിന് കഴിഞ്ഞു. കാരണം യേശു കർത്താവിൻ്റെ കുടുംബത്തെയും അപമാനത്തിൽ നിന്നും ലജ്ജയിൽ നിന്നും പല സമയത്തും രക്ഷിച്ചത് പിതാവായ ദൈവമായിരുന്നു. ആ കുടുംബത്തിൻ്റെ അപമാനങ്ങളിൽ നിന്ന്, മറ്റുള്ളവരവരെ പരിഹസിക്കുന്നതിൽ നിന്നൊക്കെ പല സമയത്തും ദൈവം അവരെ താങ്ങി നിർത്തിയത് ആ ദൈവത്തിൻ്റെ വലിയ കൃപയായിരുന്നു യഥാർത്ഥത്തിൽ. അതൊക്കെ പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യങ്ങളെയൊക്കെ ഗ്രഹിച്ച് മനസ്സിലാക്കിയതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെയും ഈ സംഘർഷങ്ങൾക്കെല്ലാം നടുവിലൂടെ എന്നെ നടക്കാൻ പ്രാപ്തനാക്കി തീർക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം അവൻ ഒരു പുതിയ വഴി കണ്ടെത്തിയിരിക്കുന്നു. ഒരു വഴി ഇന്ന് വരെ ഞങ്ങൾ പരീശന്മാർക്ക്, നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ ഒരു പരീശനാണ്. അദ്ദേഹം ഒരു പരീശ സെക്റ്റിനകത്ത് പരീശന്റെ മകനായിട്ട് ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ പരീശന്മാർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ദൈവത്തെ കാണിച്ചു തരാൻ, ആ ഒരു ദൈവത്തെ പിതാവായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. കാരണം അവിടുന്ന് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തോടൊപ്പം ചേർന്ന് നടന്ന് പിതാവിനെ പ്രസാദിപ്പിച്ച, പിതാവുമായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഹൃദയബന്ധം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോടൊപ്പം നടന്നാണ് യഥാർത്ഥത്തിൽ അത് പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കലും തൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം പോരുന്നതിന് ശേഷം, യേശു കർത്താവിനെ സ്വീകരിച്ച് കർത്താവിൻ്റെ ഒരു ശിഷ്യനായിട്ട് തീർന്നതിന് ശേഷം ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പല സാഹചര്യങ്ങളും ഉണ്ടായപ്പോഴൊന്നും ഒരു ദിവസം പോലും തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാനോ ഒരു സഹായം അഭ്യർത്ഥിക്കാനോ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ഫിലിപ്പി ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വിശന്നിരിക്കാൻ ശീലിച്ചിട്ടുണ്ട്, ഇല്ലായ്മയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. കാരണം ഞാൻ ഈ നുകത്തിൻ്റെ കീഴിൽ ഈ അനുഭവങ്ങളിലൂടെയൊക്കെ, സമൃദ്ധിയുടെ അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴും, ഇല്ലായ്മയുടെ അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴും, ഞാൻ ബന്ധനത്തിലായിരിക്കുമ്പോഴും, ജയിലിലായിരിക്കുമ്പോഴും, അറസ്റ്റ് ചെയ്യപ്പെട്ട് ചോദ്യം ചെയ്യുന്ന ഒരു അനുഭവത്തിൽ എന്താണ് പറയേണ്ടത്, മറുപടി പറയേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത സാഹചര്യങ്ങളിലും, ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും, സഭയിൽ സഹോദരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രശ്നങ്ങളിൽ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ
പലരും എനിക്കെതിരായിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത സാഹചര്യത്തിൽ ഒക്കെ എന്നോടൊപ്പം നടക്കാൻ എൻ്റെ കർത്താവ് എന്നോടൊപ്പം അവിടുന്ന് എന്നോടൊപ്പം നടക്കുന്നു. അവിടുന്ന് എൻ്റെ കൂടെ നടന്ന് എനിക്ക് ആവശ്യമായിരിക്കുന്ന ആലോചനകളെ ഓരോ സമയത്തും നൽകി തരുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവും. ഇത് പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിന്റെ അനുഭവമായിരുന്നു അത്. അത് യേശു കർത്താവിൽ നിന്നാണ് അദ്ദേഹം അങ്ങനെ ഒരു ദൈവത്തെ അനുഭവിച്ചറിഞ്ഞത്. യേശു കർത്താവിനോടൊപ്പം നടന്ന പിതാവായ ദൈവം പല അനുഭവങ്ങളിലൂടെയും യേശു കർത്താവിനെ നടത്തി. ഇല്ലായ്മകളുടെ നടുവിൽ കൂടി, ആരും സഹായിക്കാനില്ലാത്ത അനുഭവങ്ങളുടെ നടുവിൽ കൂടി ഒക്കെ യേശു കർത്താവ് നടന്നു. ആ യേശു കർത്താവിനെ അനുഭവിച്ചറിയണം എന്നുള്ള ആഗ്രഹം യഥാർത്ഥത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിൽ വളരെ കലശലായിട്ടുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം ഫിലിപ്പി ലേഖനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചത്: അവനെ അറിയുവാൻ, അവന്റെ മരണത്തെ അറിയുവാൻ, അവന്റെ മരണത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിയുവാൻ. യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവിനെ ഈ തരത്തിൽ അനുഭവിച്ചറിയാനുള്ള ഒരു വലിയ ആഴമായിട്ടുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ആഴമായിട്ടുള്ള ഒരു ആഗ്രഹം. ആ ആഗ്രഹമായിരുന്നു യഥാർത്ഥത്തിൽ അപ്പോസ്തലന് അദ്ദേഹത്തിന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാക്കി കൊടുത്തത്. നമുക്ക് ഈ യോഹന്നാൻ അപ്പോസ്തലൻ യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഇവരൊക്കെ യഥാർത്ഥത്തിൽ സാക്ഷ്യം പറയുന്ന ഒരു കാര്യമാണ്. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനോടൊപ്പം നടന്ന് കർത്താവിനോട് ഒരു ഹൃദയബന്ധത്തിലായിത്തീരുക, കർത്താവിനെ സ്നേഹിക്കുക, തങ്ങൾ ചെയ്യുന്നതെല്ലാം കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ചെയ്യുക എന്നുള്ള ഒരു നിലയിലേക്ക് അവരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താനായിട്ട് അവർ നിർണയിച്ചു. ആ കാര്യത്തിൽ മുന്നിട്ട് നിന്നു. അവരൊരിക്കലും പാപം ഞങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ആ ഒരു കാര്യം, അതായത് ഈ പാപം എങ്ങനെയാണ് കർത്തൃത്വം നടത്തുന്നത്? നമ്മൾ നമ്മുടെ ബലഹീനതകളിലേക്കും നമ്മുടെ വീഴ്ചകളിലേക്കും തന്നെ നോക്കി നിൽക്കുകയും നെടുവീർപ്പെട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പാപം പിന്നെയും നമ്മൾ കർത്തൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ജഡത്തിൽ ഒരു പാപപ്രമാണമാണ് വസിക്കുന്നത്, പാപപ്രമാണമാണ് എൻ്റെ ജഡത്തെ, എൻ്റെ അവയവങ്ങളിൽ ഭരിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എനിക്കൊരിക്കലും ജയാളിയാകാൻ കഴിയത്തില്ല. മറിച്ച് കർത്താവിലേക്ക് നോക്കുമ്പോൾ കർത്താവ് എന്നോടൊപ്പം നടക്കുന്നു. ഞാൻ അവിടുത്തോടൊപ്പമാണ് നടക്കുന്നത്. ഞാൻ ഓഫീസിൽ പോയാലും, ഞാൻ വീട്ടിലായിരിക്കുമ്പോഴും, ഞാൻ മാർക്കറ്റിൽ പോകുമ്പോഴും, ഞാൻ എവിടെ ആയിരുന്നാലും, ഏതൊക്കെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുമ്പോഴും അവിടെയൊക്കെയും കർത്താവ് എന്നോടൊപ്പം ഉണ്ട് എന്ന് കർത്താവിലേക്ക് നോക്കി ഞാൻ മുമ്പോട്ട് പോകുന്ന ഒരു സമയത്ത് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജയാളിയായിട്ട് ജീവിക്കുന്ന അനുഭവം ഉണ്ടാവും. ജയകരമായിരിക്കുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടാവും. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നാലും, ഏതൊരു ദേശത്തായിരുന്നാലും, നമുക്കറിയാം, ഇപ്പം നിങ്ങളൊക്കെ ദോഹയിലെ അല്ലെങ്കിൽ ഖത്തറിലെ പല സ്ഥലങ്ങളിലായിരിക്കുന്നു. പലതരത്തിലുള്ള ജോലികളാണ് ഓരോരുത്തരും ചെയ്യുന്നത്. നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങളുടെ ഓഫീസുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി സ്ഥലങ്ങളിലോ ഒക്കെ കർത്താവിനെ അറിയാത്ത ആളുകളാണല്ലോ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലും യഥാർത്ഥത്തിൽ കർത്താവിന് നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ ബലഹീനതകളിലും, എല്ലാ ജയങ്ങളിലും പരാജയങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കാൻ, നമുക്ക് ഓരോ സമയത്തും ആവശ്യമായിരിക്കുന്ന ആലോചനകളെ നൽകിത്തരാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയുമ്പോഴേ നമ്മുടെ ജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതം, അത് നമ്മൾ അറിയാതെ തന്നെ
ജയാളികളുടെ ജീവിതമായി തീരും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മൾ മുമ്പേ വായിച്ച ആ ഒരു വാക്യമുണ്ടല്ലോ, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ ഈ അവസാനത്തെ ഭാഗത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കർത്താവിന് നമ്മളോട് വലിയ സ്നേഹമാണ്. പക്ഷേ നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നാണോ യഥാർത്ഥത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. നമ്മൾ ശോധന ചെയ്യുമ്പോൾ കർത്താവ് എൻ്റെ എല്ലാ ജീവിതത്തിലെ സാഹചര്യങ്ങളിലും എന്നെ കൈപിടിച്ച് മുമ്പോട്ട് നടത്തുവാൻ മതിയായവനാണ് എന്നുള്ള ആ ഉറച്ച വിശ്വാസം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടെന്ന് വരികിൽ നമുക്ക് പാപകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും, ഏത് പാപകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും നമുക്ക് കരകയറാനായിട്ട് കഴിയും. മുറുകെ പറ്റുന്ന പാപങ്ങൾ, നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മളോട് പറയുന്നതാണ് ഈ മുറുകെ പറ്റുന്ന പാപം. നമുക്കറിയാം ഈ മുറുകെ പറ്റുന്ന പാപങ്ങളെന്ന് പറയുന്നത് മുമ്പേ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഇച്ഛിക്കുന്നതല്ല പ്രവർത്തിക്കുന്നത്. എനിക്ക് നന്മ ചെയ്യുവാനുള്ള ഇച്ഛയുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. പറയരുതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പലപ്പോഴും സാഹചര്യം വരുമ്പോൾ പറഞ്ഞു പോകുന്നത്. നോക്കരുതെന്ന് വിചാരിക്കുന്നിടത്തേക്കാണ് കണ്ണ് പോകുന്നത്. തക്ക സമയം വരുമ്പോൾ കണ്ണ് അങ്ങോട്ടങ്ങ് പോയി പോകും. ഇത് നമുക്കറിയാം. ഇത് മുറുകെ പറ്റുന്ന പാവമാണ്. മുറുകെ പറ്റുന്ന പാവം. ഇതിനേക്കാട്ടിൽ വലിയൊരു പ്രശ്നമാണ് ഈ ബലഹീനത നമ്മളിൽ ഉണ്ടാകുന്നു. ഈ വീഴ്ചകൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവനും ഈ ഒരു കാര്യത്തെ ഓർത്ത് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയൊരു പ്രശ്നം. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് മോചനം ഉണ്ടാവേണ്ടത്. നമ്മുടെ വീഴ്ചകളെ ഓർത്ത് പരാജയത്തെ ഓർത്ത് ആകുലപ്പെടുന്ന ഒരു മനസ്സ്, ഭാരപ്പെടുന്ന ഒരു മനസ്സ്, ആ ഭാരമല്ല, അത് കർത്താവിന്റെ മുമ്പിൽ വെച്ചിട്ട് കർത്താവ് നമ്മളോടൊപ്പം നടന്ന് ഈ കാര്യങ്ങളെ കാണുന്നു, അറിയുന്നു. അവിടത്തേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അവിടുന്ന് നമ്മളെ രക്ഷിതാവായി തീർന്നിരിക്കുന്നത്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്നതുകൊണ്ടാണ് അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിച്ചിരിക്കുന്നത്. അവൻ ഇമ്മാനുവേലായി ഇന്നും നമ്മളോടൊപ്പം നടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പാപത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ഭൗതിക ആവശ്യങ്ങളിൽ, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ വിടുവിക്കുവാൻ, എല്ലാ കാര്യങ്ങൾക്കും മതിയായവനായിട്ട് അവിടുന്ന് നമ്മളോടൊപ്പം. ആ കർത്താവിനെ നമുക്ക് നന്ദി കരേറ്റാം. അവിടുന്ന് നമ്മളെ നടത്തുന്നത് തീർച്ചയായിട്ടും സീയോൻ മലയിൽ നമ്മൾ മുമ്പേ കണ്ട കുഞ്ഞാടിനോടൊപ്പം നടക്കുന്ന അനുഭവത്തിൽ നമ്മൾ എത്തിച്ചേരും വരെയും നമ്മളെ കൂടെ കൊണ്ടുപോകാൻ നമ്മൾ ഫിലിപ്പി ലേഖനത്തിലൊക്കെ വായിക്കുന്നില്ലേ, നമ്മളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും തൻ്റെ മാറോട് ചേരുന്നത് വരെയും നമ്മളെ ജയാളികളാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ജയത്തിന്റെ ആ ഘോഷം നമ്മുടെ ഹൃദയത്തിൽ തരുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അവനോടൊപ്പമാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീഴ്ചകളെ കുറിച്ച് ഓർത്ത് അല്ല നമ്മൾ ഭാരപ്പെടേണ്ടത്. വീഴ്ചകളെ തീർച്ചയായിട്ടും കർത്താവിൻ്റെ മുൻപാകെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. കർത്താവെ, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു കാര്യം നമ്മളത് അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതൊരിക്കലും നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്താൻ പാടില്ല. അതാണ് ആ ഭാരങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മേൽ പാപം കർത്തൃത്വം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ആ ഭാരങ്ങളിലൂടെയാണ് പാപം നമ്മളിൽ കർത്തൃത്വം നടത്തുന്നത്. അതിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കും. ഞാൻ കർത്താവിനോടൊപ്പം നടക്കുകയാണ്, ഞാൻ മുമ്പോട്ടാണ്, എന്നെ കർത്താവ് കൈവിടില്ല. ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് കർത്താവിനോടൊപ്പം മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മളെ
ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഒരു സെക്കൻഡ് നേരം ഒന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു കർത്താവേ. കർത്താവെ, ഞങ്ങൾ ഈ വൈകിട്ട് ചിന്തിച്ചതുപോലെ കർത്താവെ, അങ്ങയുടെ മുഖം മൃദുവാണ്, അവിടുത്തെ ചുമട് ലഘുവാണ് എന്ന് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. കർത്താവെ, അത് മൃദുവായിട്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയോടുള്ള ഊഷ്മളതയിൽ ഓരോ ദിവസവും കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയോട് ചേർന്ന് നടക്കുവാൻ, അങ്ങയെ വിട്ടിട്ട് കർത്താവെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് അവിടുന്ന് ഞങ്ങളോട് തന്നെ പറഞ്ഞു. കർത്താവെ, യഥാർത്ഥത്തിൽ അതങ്ങനെ തന്നെയാണ്. അതങ്ങനെ തന്നെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഈ ഭൂമിയിലെ ജീവിതകാലത്തിൽ ഞങ്ങളെ സഹായിക്കുമാറാണ്. അങ്ങയോട് ചേർന്ന് നടക്കുവാൻ, ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും അങ്ങയോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുമാറാണ്. അതിനുള്ള സത്യസന്ധത ഞങ്ങളുടെ ഹൃദയത്തിന് തരണം. ഞങ്ങൾ സത്യസന്ധരായിട്ട് അങ്ങയോട് ചേർന്ന് നടക്കുവാൻ, താഴ്മയുള്ളവരായിട്ട് അങ്ങയോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണ്. കർത്താവ്, ഇന്ന് ഖത്തറിലെ സഭയിൽ തലവണക്കിയിരിക്കുന്ന സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ചുള്ള ഒരു പണിയാണല്ലോ ഇത്. ഈ അവസാന നാളുകളിൽ കർത്താവ്, അവിടുത്തെ വരവിൻ്റെ കാലച്ചുകൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സമയം അടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ കൂടുതൽ ജാഗ്രതയുള്ളവരായിട്ട്, കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നവരായിട്ട് ഈ നാളുകളിൽ തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ, വ്യത്യാസപ്പെടുത്തണമേ. ഖത്തറിലെ സഭയെ അനുഗ്രഹിക്കണമേ. ഓരോ ദിവസവും കർത്താവിൻ്റെ സാക്ഷി ഉയർത്തിപ്പിടിക്കുവാൻ അവിടുന്ന് അവരെ സഹായിക്കുമാറാണ്. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദിയോട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.